സങ്കീർത്തനം 8 പറയുന്നുണ്ട്, നിന്റെ വിരലുകൾ പണിതതായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളും നോക്കുമ്പോൾ ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലതിനെയും തന്നെ നിന്റെ നാമം ഭൂമിയിൽ എത്ര മഹനീയമായിരിക്കുന്നു, എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് സൃഷ്ടാവിന്റെ നാമങ്ങള് ഭൂമിയിൽ അത്രയും ശ്രേഷ്ഠമാണ്, മഹത്വമാണ് എന്നൊക്കെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ, സൃഷ്ടാവിന്റെ ഈ കൈകൾ എന്ന അംശത്തിന് ഒരു നാമമുണ്ട്. ഈ നാമാണ് നമ്മൾ കൈകളിൽ വരുന്ന അള്ളാഹു എന്നുള്ള നാമം. ഒരു പക്ഷിക്ക് പറക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായം വേണം. ഒരു കപ്പൽ ഓടിക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായം വേണം. സമുദ്രത്തിലുള്ള ജന്തുക്കളായാലും സമുദ്രത്തിലുള്ള മത്സ്യങ്ങളായാലും എല്ലാത്തിനും, എല്ലാ ജനനവും മരണവും രാവും പകലും അങ്ങനെ എല്ലാ കാര്യത്തിലും സൃഷ്ടാവിന്റെ ഈ കൈകൾ എന്ന അംശം വേണം. ആ നാമത്തെയാണ് ഇവിടെ ബൈബിള് വർണ്ണിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഒരു നാമത്തിനെ പറ്റിയിട്ട് ബൈബിൾ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മാത്രല്ല സൃഷ്ടാവിന്റെ കൈകൾ എന്ന അംശത്തെ പറ്റിയിട്ടാണ് അവിടെ ബൈബിൾ പറയുന്നത്. എന്നാൽ ഈ കൈകൾ വെളിപ്പെടുമെന്നും അത് വെളിപ്പെടുന്ന സമയത്ത് വിശ്വസിക്കാത്തവർക്ക് ശിക്ഷ ഉണ്ടെന്നും ബൈബിൾ പറയുന്നുണ്ട്.